പി പത്മരാജൻ തന്റെ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയ്ക്ക് ആദ്യം നൽകിയ പേര് അറം എന്നായിരുന്നു. ഈ ടൈറ്റിൽ മൂലം അറം പറ്റിയാലോ എന്ന് ഭയന്ന ഭാര്യയും അടുത്ത സുഹൃത്തുക്കളിൽ ചിലരും പേര് മാറ്റാൻ നിർബന്ധിച്ചെങ്കിലും പത്മരാജൻ കാര്യമാക്കിയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം അമ്മ ശക്തമായി പറഞ്ഞതോടെ അറം എന്നത് മാറ്റി കരിയിലക്കാറ്റ് പോലെ എന്നാക്കി. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ കാര്യം വന്നപ്പോഴും ഗന്ധർവനെ തൊട്ടുകളിക്കുന്നത് അപകടമാണെന്ന് പലരും ഉപദേശിച്ചു. എന്നാൽ ഇക്കുറി പത്മരാജൻ ആരുടെയും വാക്കുകൾ കേട്ടില്ല. സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയ അന്നു മുതൽ പല വിധത്തിൽ ശകുനപ്പിഴകൾ വന്നുകൊണ്ടേയിരുന്നു. നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ അടക്കം പലരും ആശങ്കകൾ പങ്കുവച്ചെങ്കിലും പത്മരാജൻ അത് ഗൗരവമായി കണ്ടില്ല. ഒടുവിൽ സിനിമ റിലീസ് ചെയ്തു. നല്ല പടമെന്ന് വ്യാപകമായി അഭിപ്രായമുണ്ടായെങ്കിലും സിനിമ തിയേറ്ററിൽ വൻ പരാജയമായി. ആളുകളെ പ്രദർശനശാലകളിലേക്ക് ആകർഷിക്കാനായി മുഖ്യ താരങ്ങളും സംവിധായകനും നിർമ്മാതാവും ചേർന്ന് ഒരു യാത്ര പദ്ധതിയിട്ടു. പടത്തിന്റെ പ്രചരണാർത്ഥം തിയേറ്ററുകൾ സന്ദർശിക്കാൻ പോയ പത്മരാജൻ ഹോട്ടൽ മുറിയിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പിറ്റേന്ന് കാലത്ത് ഹോട്ടൽ അധികൃതർ കണ്ടത്. അങ്ങനെ സൃഷ്ടാവിന്റെ മരണത്തിൽ അവസാനിക്കുന്നിടത്തോളം ദുരന്തങ്ങൾ ഗന്ധർവ ചിത്രത്തെ വിടാതെ പിന്തുടർന്നു. സിനിമയുടെ പ്രമോഷൻ കഴിഞ്ഞ് കളിയും ചിരിയും തമാശകളുമൊക്കെയായി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന പത്മരാജൻ പിറ്റേന്ന് ഉണർന്നില്ല. എന്നിട്ടും ഇത് ഗന്ധർവന്റെ ശാപമാണെന്ന് മോഹൻ വിശ്വസിച്ചില്ല. എന്നാൽ പത്മരാജന്റെ ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങിയ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗാന്ധിപതി ബാലനും സഞ്ചരിച്ച കാർ ഒരു ബസുമായി കൂട്ടിയിടിച്ച് ഡ്രൈവർക്കും ബാലനും മോഹനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ പൂനെയിലുള്ള നായക നടൻ നിതീഷ് ഭരദ്വാജിനും അപകടമുണ്ടായി. ഈ സംഭവം ഉണ്ടായി കൃത്യം 1 വർഷത്തിനു ശേഷം ഗുഡ് നൈറ്റ് മോഹൻ പുതുതായി വാങ്ങിയ കോണ്ടസ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻപ് അപകടമുണ്ടായ അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും പുതിയ കാറിന്റെ ആക്സിൽ പൊട്ടി നിന്നുപോകുന്നു. ഒടുവിൽ ടാക്സി പിടിച്ച് യാത്ര തുടരേണ്ട അവസ്ഥ വരുന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലാതിരുന്ന മോഹൻ പോലും ആശയക്കുഴപ്പത്തിലായി. കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും സമാനമായ നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും സിനിമ പലകുറി നിന്നുപോവുകയും നിർമ്മാതാവായ ഓറിയന്റ് സാജന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്ന് പടം നവോദയ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തു. വടക്കൻ പാട്ടുകഥകൾ ആധാരമാക്കി സിനിമ ചെയ്ത കാലങ്ങളിലെല്ലാം വിജയം കൊയ്ത ചരിത്രമാണ് ഉദയയ്ക്കും നവോദയയ്ക്കും പറയാനുള്ളത്. എന്നാൽ കടത്തനാടൻ അമ്പാടി തിയേറ്ററുകളിൽ ദയനീയ പരാജയമായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.